ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. കാറ്റും വെളിച്ചവും. ആയിരത്തി 1928 ഒക്ടോബർ 27 MK സാനു ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ ജനിച്ചത്. സ്വന്തം ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കാറ്റും വെളിച്ചവും കൊണ്ടുവന്ന വ്യക്തികളെക്കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ച് പ്രൊഫസർ MK സാനു ഓർത്തെടുത്ത് സംസാരിച്ചതിന്റെ ശബ്ദലേഖനം. ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ ഇന്ത്യ അന്ന് റിപ്പബ്ലിക്കൻ വിരുദ്ധ സമരത്തിന് വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം നൽകി. ഇത് ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ടില്ല, ഇന്ത്യ ഇപ്പോഴും അടിമരാജ്യമാണ്, കോമൺവെൽത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ ശക്തമായ വാദഗതിയും പ്രസംഗവും നടന്നിരുന്നു. എന്നേക്കാൾ ഭംഗിയായി പ്രസംഗിക്കുന്നവർ മറുഭാഗത്ത് CN ശ്രീകണ്ഠനാരൊക്കെ ഭംഗിയായി പ്രസംഗിക്കുമായിരുന്നു, പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രസംഗങ്ങൾ. അവിടെ ഞാൻ മിക്കവാറും ഒറ്റയാനായിട്ട് അതിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇന്ത്യ റിപ്പബ്ലിക്കായി, ഞാൻ ഈ റിപ്പബ്ലിക്കിന് വിരുദ്ധ പണിമുടക്കിന് എതിരായിട്ട് നിലകൊള്ളുന്നു എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ കയറിയിരുന്നു. അന്ന് ഭാഗ്യമുള്ളത് കൊണ്ട് കയ്യേറ്റം ഒന്നും എനിക്ക് അനുഭവിക്കേണ്ടതായി വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് പണിമുടക്ക് വിജയിച്ചു എന്നും പറയാനും പറ്റുകയില്ല. ഞാൻ ക്ലാസ്സിൽ കയറിയിരിക്കുകയും കുറേ കുട്ടികൾ വന്ന് കയറിയിരിക്കുകയും ആകെ അലങ്കോലമായി തമ്മിൽ തല്ലില്ലാതെ അത് പിരിഞ്ഞു. തമ്മിൽ തല്ല് ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ, അത് പിരിഞ്ഞു. എങ്കിലും സമരം വിജയിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. ഇത് അടുത്തുള്ള ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ പ്രിൻസിപ്പലിൻ്റെ പേര് VS താണുവയ്യർ എന്നാണ്. അദ്ദേഹം MABT കേരള തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അടുത്തിടപഴകാൻ അവസരം ലഭിച്ചിട്ടുള്ള വളരെ സമുന്നതരായ വ്യക്തികളിൽ ഒരാളായിരുന്നു VS താണുവയ്യർ. അദ്ദേഹം ഇംഗ്ലീഷിൽ വളരെ അതിമനോഹരമായി പ്രസംഗിക്കുമായിരുന്നു. മലയാളം വശമില്ല, തമിഴ് ചുവകലർത്തിയാണ് മലയാളം പ്രസംഗിക്കുന്നത്. അദ്ദേഹം വളരെ ഉന്നതമായ ജീവിത ശൈലികൾ ആവിഷ്കരിക്കുന്ന വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തെ അന്നെനിക്ക് അകന്നു നിന്ന് കാണുക മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഞാൻ BSc ജയിച്ച് വീട്ടിൽ പോയി, റിസൾട്ട് വന്നു, ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അപ്പോൾ എൻ്റെ വീട് വേലിയെല്ലാം പൊളിഞ്ഞു, അമ്മ പരമാവധി തന്നാണ് പഠിപ്പിച്ചത്. ആകെ ബുദ്ധിമുട്ടിലായി. വീട്ടിലൊരു കസേരയോ ഒരു മേശയോ ഇല്ല. ഒരു വരാന്തയിൽ ഞാൻ ഒരു പായിലിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്, കുനിഞ്ഞിരുന്ന് വായിച്ചു. അങ്ങനെ ഞാൻ ആ വരാന്തയിൽ വെറുതെ കുളിക്കാതെ അലസനായി ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അകലെ നിന്ന് ഒരു രൂപം ഞാൻ കാണുന്നു. റോഡിൽ നിന്നൊക്കെ കുറച്ച് അകലെയാണ് എൻ്റെ വീട്. നടന്നു വരുന്നു സാക്ഷാൽ VS താണുവയ്യർ സാർ. അപ്പോൾ ഞാനവിടെ അദ്ദേഹം സാറ് ഈ സമയത്ത് ഇവിടെ വരാൻ കാരണം എന്താ, നേരെ ആരോടോ ചോദിച്ച് എൻ്റെ വീട് മനസ്സിലാക്കി വീട്ടിലേക്ക് കയറി വന്നു. എൻ്റെ അമ്മ ആകെ അമ്പരന്ന് പോയി. ഞാൻ വളരെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഇരിക്കുമ്പോൾ ഇങ്ങനെ VS താണുവയ്യർ സാറിനെ പോലുള്ള അദ്ദേഹത്തെ നഗരം മുഴുവൻ അറിയും ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു അത്ഭുതമായിട്ട് അമ്മ അമ്പരം നോക്കി നിന്നു. സാറ് വന്ന് ഒന്നും ഇട്ടുകൊടുക്കാനില്ല, കസേരയില്ല. ഞാൻ അകത്തുനിന്നൊരു പായ എടുത്തുകൊണ്ട് വന്ന് കരാന്തയിലിട്ടു. സാർ അവിടെ ഇരുന്നു. അപ്പോൾ അമ്മ വന്ന് പറഞ്ഞു, ഒന്നും തരാനില്ല സാറെന്ന്. അയ്യോ ഒന്നും തരണ്ട, ഞാൻ സാനുവിനെ കാണാൻ വന്നാണ്, നാളെ വന്ന് എൻ്റെ സ്കൂളിൽ അധ്യാപകനായി ജോലി ഏറ്റുകൊള്ളണം എന്ന് പറയുന്നു. ഞാൻ മിണ്ടാതെ നിന്നു, അമ്പരനോട് നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇടാ സാറാണോ എന്ന് പറയുന്നത്, സാറ് ദൈവത്തെപ്പോലെ നീ ബഹുമാനിക്കേണ്ട വ്യക്തിയാണ്, ഞാനിങ്ങനെ ബഹുമാനിച്ചിരുന്നു, നീ സമ്മതിക്കുകയും തന്നെ ഞാൻ വരാൻ സാറെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം തന്നെ എന്ന് സനാതന ധർമ്മ സ്കൂളിൽ അധ്യാപകനായി ചേരിക്കാനുണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കാരുണ്യവും ഔദാര്യവുമായിരുന്നു. അന്ന് എന്നെ പലരും വിളിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ അതിനൊക്കെ ഒരു മൈതാനത്തിൽ പ്രസംഗിക്കാനും ഒക്കെ ശീലിച്ചതുകൊണ്ട് പലരും വിളിക്കുമായിരുന്നിരിക്കാം. എങ്കിലും എൻ്റെ വീട് വരെ എത്തി എന്നെ വിളിച്ചുകൊണ്ടുപോയ അദ്ദേഹം വാസ്തവത്തിൽ എന്നോട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാരുണ്യവും കാണിച്ച ഒരു വ്യക്തിയാണ്. അവിടെയും അദ്ദേഹത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഏത് ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാക്കണം എന്നെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഏത് ക്ലാസ് വേണമെങ്കിലും എന്നെ ടീച്ചറാക്കൂ. എനിക്ക് ഒരു കൊല്ലത്തെ പരിചയം ഇതിനു മുമ്പുണ്ട് അധ്യാപകനായി. അതെങ്ങനെ? ഞാൻ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് പഠിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു മിഡിൽ സ്കൂളിൽ പോയി പഠിപ്പിച്ചിട്ടുണ്ട്, പ്രൈമറി സ്കൂളിൽ. അതെവിടെയാണ്? ഞാൻ ആ സ്കൂളിൻ്റെ പേര് പറഞ്ഞു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ആരെ അറിയാനാണ്, ഞാൻ ഒരു പ്രൈമറി സ്കൂളിൽ പോയി പഠിപ്പിച്ചു, നിവൃത്തിയില്ലാത്തതുകൊണ്ട് പഠിപ്പിക്കാൻ 30 രൂപ അന്ന് കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ BSc വന്ന് പഠിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് എന്നോടുള്ള വാത്സല്യം വളരെ കൂടി. അപ്പോൾ ഏത് ക്ലാസ് ഏൽപ്പിക്കണം? ഞാൻ പറഞ്ഞു, എനിക്ക് ഏത് സാറിന് ഇഷ്ടമുള്ള ക്ലാസ് ഏതെങ്കിലും ഏൽപ്പിക്കൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 5th C എന്നൊരു ക്ലാസ് ഉണ്ട്, അതിൽ 2-3 കുട്ടികൾ സ്ഥിരം പ്രശ്നമാണ്. പ്രശ്നം എന്താണെന്ന് സാനുവിനോട് പറയാം. ഒരുവൻ ഒരു കള്ളുഷാപ്പ് നടത്തുന്ന ആളിൻ്റെ മകനാണ്. അവൻ പിച്ചാത്തിയും കൊണ്ട് എന്നെ കുത്താൻ വന്നു ഒരു ദിവസം. അവൻ ഉള്ള ക്ലാസ് സാനു ഏറ്റെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിരോധമുണ്ടോ? ഒരു വിരോധവും ഇല്ല. സാർ ഏത് ഏൽപ്പിക്കുന്നു അത് ഏൽക്കാനാണ് ഞാൻ വന്നത്.
എന്ന് പറഞ്ഞു. അദ്ദേഹം ആ ക്ലാസ് തന്നെ എന്നെ ഏൽപ്പിച്ചു. ക്ലാസ് ഞാൻ പോയി. പോകുന്ന വഴി എനിക്ക് 6 ചൂരലിൻ്റെ ഒരു കെട്ടും ഒരു പെട്ടി ചോക്കും ക്ലാസ്സിലെ അറ്റൻഡൻസ് രജിസ്റ്ററും തന്നു. ഞാൻ ചൂരൽ കെട്ടങ്ങ് മാറ്റിവെച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ അതെനിക്ക് ആവശ്യമില്ല. അല്ല, അത് പറ്റിയില്ല, ചൂരലിൽ ആവശ്യമായി വരും കുട്ടികളെ ചിലപ്പോൾ. ഞാൻ പറഞ്ഞു എനിക്ക് തരാൻ സാധിക്കില്ല, തരാൻ സാധിക്കാത്തതാണ് ഒരു സ്വഭാവം. ഒടുവിൽ ഞാൻ പറഞ്ഞു നമുക്കൊരു സന്ധ്യയാവാം, സാറിന് വിരോധമില്ലെങ്കിൽ ഞാൻ ഈ ചൂരൽ കൊണ്ടുപോകാം. ഒരു ചൂരൽ അത് മേശപ്പുറത്ത് അടിച്ചൊന്ന് ശബ്ദം ഉണ്ടാക്കാം, സൈലൻസ് എന്ന് പറയുന്നതിന് പകരം ഇതൊന്ന് അടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാകും. അത് ഞാൻ പ്രൈമറി സ്കൂളിലും ചെയ്തിട്ടുണ്ട്. പ്രൈമറി സ്കൂളിൽ കുട്ടികളെ തല്ലിയിട്ടില്ലേ എന്നോട് ചോദിച്ചു. ഇല്ല, തല്ലിയിട്ടില്ല. തല്ലാൻ എനിക്ക് സാധിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് എൻ്റെ അനുഭവങ്ങൾ ചിലത് അങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് തല്ലാൻ സാധിക്കില്ല. ഞാൻ കുട്ടികളെ തല്ലാതെ ചൂരൽ ക്ലാസ്സിൽ കൊണ്ടുപോകാതെ അവിടെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ സ്കൂളിലെ മാതൃക എന്ന 5th CA കാണിക്കത്തക്ക തരത്തിൽ ആ കുട്ടികളുമായി ഞാൻ ബന്ധപ്പെടുകയും ചെയ്തു. ബന്ധപ്പെട്ടു എന്ന് പറയുന്നതിനകത്ത് ഞാനൊരു ഭയപ്പെടുത്തിയെന്നല്ല, ഞാൻ നല്ലപോലെ പഠിപ്പിച്ചു എന്നല്ല, ഞാൻ അവർക്ക് ധാരാളമായി സ്നേഹം നൽകി. അതിലെല്ലാ കുട്ടികൾക്കും. അതിൽ ഈ പിച്ചാത്തിക്ക് കുത്താൻ പോയ വിദ്യാർത്ഥിയെ വിളിച്ച് താണുവേർ സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറയുകയും ചെയ്തു. എൻ്റെ ക്ലാസ്സിൽ മാത്രമല്ല, ഞാൻ അവരോട് പറഞ്ഞു, ഈ ക്ലാസ്സിൽ വരുന്ന ഓരോ അധ്യാപകനെയും നിങ്ങൾ എന്നെപ്പോലെ കാണണം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ അധ്യാപകനെയും സ്നേഹിക്കണം. ആ രീതിയിലൊരു ബന്ധം വന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു ദ്വീപാണത്. പ്രൈമറി സ്കൂൾ കഴിഞ്ഞാൽ അടുത്ത ഒരു ദ്വീപ് ഈ ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന ഘട്ടമാണ്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത വർഷം പിളർന്നു. അന്ന് എനിക്കൊരു സങ്കടം ഉണ്ടായത് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ മുഴുവൻ 6th അങ്ങ് പോയി. ഇത് ഞാൻ 5th പഠിപ്പിക്കുന്നത്. 5th എന്ന് പറയുന്നത് 9ാം ക്ലാസ്. മറ്റേ 10ാം ക്ലാസ്സിലേക്ക് പോയപ്പോൾ എനിക്ക് അവരെ നഷ്ടപ്പെട്ടു. അവർ ആ ക്ലാസ്സിലേക്ക് പോകുന്നതും പുതിയ ഒരു അധ്യാപകൻ്റെ കുട്ടികളായി തീരുന്നതും എന്നെ വളരെ ശോകാകുലനാക്കി. അതുപോലെ തന്നെ എനിക്ക് അസൂയയുണ്ടായി. ആ അധ്യാപകനോട് ഒരു സ്നേഹം കാണിക്കുന്നത് എനിക്ക് അല്പം സഹിക്കാൻ കഴിയാതെ വന്നു. അവിടെ വെച്ച് എനിക്ക് ഇവിടെ അധ്യാപകനായി തുടരണോ വേണ്ടയോ എന്ന് സംശയം വന്നു. ഞാൻ താണൂർ സാറിനെ ചെന്ന് കണ്ടു പറഞ്ഞു, എനിക്ക് പഠിക്കണം. എവിടെ പോകുന്നു സാനു? എനിക്ക് തിരുവനന്തപുരത്ത് പോയി MAക്ക് ചേർന്ന് പഠിച്ചാൽ കൊള്ളാം എന്നുണ്ടെന്ന് പറഞ്ഞു. സാനു 2 കൊല്ലം കൂടി പഠിക്കാമെങ്കിൽ അതിന് പണം ഞാൻ തരാം. ഇപ്പോൾ പഠിക്കാൻ വീട്ടിൽ പൈസ ഉണ്ടാകാൻ പ്രയാസമാണ്. എങ്കിലും ഞാൻ ചില വഴികൾ കണ്ടിട്ടുണ്ട്. ഞാൻ ചില്ലറ ജോലികളൊക്കെ ചെയ്ത് ഒരു ട്യൂട്ടോറിയൽ പഠിപ്പിക്കാം. എന്നെ ചിലർ വിളിക്കും. ഞാൻ അധ്യാപകന രീതിയിൽ അതിനിടയ്ക്ക് തന്നെ പലർക്കും എന്നെപ്പറ്റി മതിപ്പുണ്ടായി. അങ്ങനെ പഠിക്കാൻ സാധിച്ചേക്കും. ഏതായാലും സാനുവിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ല, സാനു പോകൂ എന്ന് പറഞ്ഞ് അദ്ദേഹം കുറച്ച് പൈസയും എനിക്ക് തന്നു. എന്നെ തിരുവനന്തപുരത്തേക്ക് അയക്കുകയാണ് ചെയ്തത്. തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരനുഭവം കൂടി ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. SD സ്കൂളിൽ അധ്യാപകനായിരുന്ന കാലത്ത് മുണ്ടശ്ശേരി മാസ്റ്റർ അവിടെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം വന്നത് അധ്യാപകർക്ക് ഒരു സംഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉത്തേജകമായിരുന്നു. അധ്യാപകരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി, മാനേജ്മെൻറ്റിൻ്റെ തോന്നിയവാസത്തിൽ നിന്നും അധ്യാപകരെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സംഘടന ആവശ്യമാണ്. അത് എന്നെ വളരെ ആകർഷിച്ചു. അദ്ദേഹം ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയും അമ്പലപ്പുഴ താലൂക്കിൽ അതിന് സെക്രട്ടറിയായി എന്നെ നിയമിക്കുകയും ചെയ്തു. അത് സ്കൂൾ അധ്യാപക വൃത്തിയോട് വിട പറയുന്നതുവരെ ഞാൻ തുടർന്നു. കുറേ മീറ്റിങ്ങുകൾ നടത്തി. പതുക്കെ തുടക്കകാലമാണ്, അത് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എങ്കിൽ അത്രയും കേവലം പ്രവർത്തന പരിചയമുണ്ട്. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തെത്തുന്നു. തിരുവനന്തപുരത്തെത്തിയ ഘട്ടത്തിൽ ഇംഗ്ലീഷ് MAക്ക് ചേരാം എന്ന് കരുതിയാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ യാദൃച്ഛികമായി കൃഷ്ണപിള്ള സാറിനെ കണ്ടു. കൃഷ്ണപിള്ള സാറിന് എന്നെ അറിയാം. ഇൻ്റർമീഡിയറ്റിന് ഞാനിവിടെ പഠിച്ചിരുന്നു. എൻ്റെ സഹോദരി കൃഷ്ണപിള്ള സാറിൻ്റെ വാത്സല്യഭാജനമായിരുന്നു. അതുകൊണ്ട് എന്താ സാനു വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ MAക്ക് ചേരാൻ ഉദ്ദേശിച്ചു വരുന്നു. ഏതിന് ചേരണം എന്ന് തീരുമാനിച്ചില്ല. സാനു ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല, നേരെ വന്ന് മലയാളത്തിൽ MAക്ക് ചേർന്നുള്ളൂ എന്നെനിക്ക് ഉപദേശം നൽകി. കൃഷ്ണപിള്ള സാറിൻ്റെ അവസാന വാക്കായി ഞാൻ സ്വീകരിച്ചു. അങ്ങനെ പോയി മലയാള MAക്ക് ചേർന്നു. അന്ന് കോന്നിയൂർ മീനാക്ഷിയമ്മ സാറാണ് മലയാളം പ്രൊഫസർ. അവിടെയും ഇളംകുളം കുഞ്ഞൻപിള്ള സാറുണ്ട്, കൃഷ്ണപിള്ള സാറുണ്ട്, ഗുപ്തം നായർ സാറുണ്ട്. സഹപാഠികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഫൈനൽ MAയും ജൂനിയർ MAയും കൂടി എടുക്കുകയാണെങ്കിൽ തിരുനെല്ലൂർ കരുണാകരൻ, നബീസ ഉമ്മാൾ, ആറ്റൂർ രവിവർമ്മ, ONV കുറുപ്പ് എൻ്റെ ക്ലാസ്സിൽ തന്നെയായിരുന്നു, പുതുശ്ശേരി രാമചന്ദ്രൻ, ഗൗരീശവട്ടം ശങ്കരൻ നായർ. അങ്ങനെ വളരെ സാഹിത്യ താല്പര്യമുള്ള അനേകം പേർ ഒരുമിച്ച് കൂടുകയുണ്ടായി. ഞങ്ങൾ ഒരേ അഭിപ്രായക്കാരായിരുന്നില്ല. ഇടതുപക്ഷ ചിന്താഗതിയും ഏതാണ്ട് പാർട്ടി സാഹിത്യ വീക്ഷണം അവലംബിച്ചവരുമായിരുന്നു അധികം പേരും. ഇപ്പം തിരുനെല്ലൂർ കരുണാകരൻ, ONV കുറുപ്പ്, പുതുശ്ശേരി രാമചന്ദ്രൻ മുതലായവരൊക്കെ തന്നെയും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാഹിത്യ വീക്ഷണം അവലംബിച്ചവരും അത് പ്രചരിപ്പിക്കുന്നവരുമായിരുന്നു. എന്നിൽ പിന്നെയും എനിക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ സാഹിത്യത്തിലെ ആ വ്യക്തിവാദം നിലനിൽക്കുകയാണ് ചെയ്തത്. സാഹിത്യം വ്യക്തിയുടെ ഭാവനയിൽ നിന്നും പ്രതിഭയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. സമൂഹത്തെക്കുറിച്ചുള്ള പരിഗണന പിന്നീടാണ് ഉണ്ടാവുന്നത് എന്നൊരു വീക്ഷണം എനിക്കുണ്ടായിരുന്നു. അതിനെപ്പറ്റി പക്ഷേ ഞങ്ങൾ പലപ്പോഴും അതിന് കൂടുകയും ആശയവിനിമയങ്ങളിൽ
ഏർപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് അവിടെ വളരെ ശ്രദ്ധാർഹമായൊരു സമ്മേളനം, ഒരു വലിയ ഡിബേറ്റ് നടന്നതാണ്. ആ ഡിബേറ്റിൽ വിഷയം സാഹിത്യത്തിൻ്റെ ലക്ഷ്യം പ്രചാരണമല്ല. അവതരിപ്പിക്കാൻ എന്നെ തന്നെ എൻ കൃഷ്ണപിള്ള സാർ തിരഞ്ഞെടുത്തു. ഞാൻ ശരി സമ്മതിച്ചു. എതിർത്തിരുന്നത് തിരുനെല്ലൂർ കരുണാകരൻ, ONV കുറുപ്പ്, പുതുശ്ശേരി രാമചന്ദ്രൻ, അവിടുത്തെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരൊക്കെയും, അവരെപ്പോലെ ഞാനൊന്നും സാഹിത്യകാരനായിരുന്നില്ല, അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഒട്ടുമായിരുന്നില്ല, എതിരായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരോ ഒരു ത്രേസ്യാമോ മാത്രമാണ് വന്നത്. അത് ദുർബലമായി പറയുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അത് അവതരിപ്പിച്ചു. ഞാൻ അവതരിപ്പിച്ചത് പ്രചരണം എന്നൊരു വാക്കിന് നിർവചനം നൽകിക്കൊണ്ടാണ്. പ്രചരണം എന്നത് ഒരു ആശയ പ്രചരണമോ വികാര പ്രചരണമോ അല്ല. ഇവിടെ ആ പദം കൊണ്ട് ഞാൻ ഉപേക്ഷിക്കുന്നത് ഒരു കക്ഷിക്ക് വേണ്ടി, ഒരു കക്ഷിയിലേക്ക് അനുഭാവികളെ നേടുന്നതിന് വേണ്ടി ബോധപൂർവം ആശയം പ്രചരിപ്പിക്കുന്നതിനാണ് പ്രചരണം എന്ന് പറയുന്നത്. സാഹിത്യകാരൻ കക്ഷികൾക്ക് അതീതമായ വീക്ഷണത്തോടു കൂടി മാത്രം സാഹിത്യരചന നിർവഹിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. കക്ഷി ചേർന്ന് പ്രവർത്തിക്കാം. ചേർന്ന് പ്രവർത്തിക്കുമ്പോഴും വീക്ഷണം ഇപ്പോൾ പാബ്ലോ നെരുദയെ പോലെ കക്ഷിക്ക് അതീതമായി നിലനിർത്താൻ കഴിയുകയും വേണം. ഇതാണ് ഞാൻ അവതരിപ്പിച്ചത്. അതല്ല ഓരോന്നും പ്രചരണമാണ്, ഓരോ കവിതയും പ്രചരണമാണെന്ന് തിരുനെല്ലൂർ കരുണാകരൻ പറയുകയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ സാരാംശത്തിലൊന്നായിരുന്നു. തിരുനെല്ലൂർ കരുണാകരൻ പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തണമെന്ന് പറഞ്ഞില്ല, പ്രചരണം നടത്തണമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഞാൻ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രചരണത്തെ എതിർത്തിരുന്നുള്ളൂ, പ്രചരണമാകാമെന്ന് പറഞ്ഞിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം തിരുനെല്ലൂരിനോട് ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും വിട്ടികളാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, നമ്മൾ രണ്ടും ഒരേ അഭിപ്രായത്തെക്കുറിച്ച് രണ്ടു പക്ഷത്തിൽ നിന്ന് വാദിക്കുകയാണ് ചെയ്തത് എന്ന് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇതാണ് യൗവനത്തിൽ നിന്നും പാകതയിലേക്ക് വളരുന്നതിൽ മൂലം ഉണ്ടാകുന്ന വ്യത്യാസം. ഇതെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളിലും എനിക്ക് തോന്നിയിരുന്നു. ഏതായാലും MA ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ നല്ല വിദ്യാർത്ഥിയായിരുന്നു. വളരെ ഭംഗിയായി പഠിക്കുന്ന, ചിട്ടയായി പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നില്ല, പക്ഷേ ഏറ്റവും ഭംഗിയായി പെരുമാറുന്ന, അത് കൃഷ്ണപിള്ള സാറും ഗുപ്തൻ സാറൊക്കെ പറയും, ഇവിടെ ഏറ്റവും മാതൃകയായി ഒരു പെരുമാറ്റം എടുക്കാനുണ്ടെങ്കിൽ അത് ഷാനുവാണ് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെയാണ് ഒരു ഇൻ്റർ കൊളീജിയേറ്റ് പ്രസംഗ മത്സരം, സർ CP രാമസ്വാമി അയ്യരുടെ ഒരു അവാർഡ്, ഒരു ഗോൾഡ് മെഡൽ കൊടുക്കുന്ന മത്സരമാണ്. അപ്പോൾ കൃഷ്ണപിള്ള സാറ് പറഞ്ഞു, ഷാനുവിനാണ് ഞാൻ ഇപ്രാവശ്യം അയക്കുന്നത്, പോകാമോ? പിന്നെ സാറ് പറഞ്ഞു ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവിടെ പോയി അതിൻ്റെ ജഡ്ജസ് ആരൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അവരെന്നെ അതിൻ്റെ 1ാം സമ്മാനത്തിന് അർഹനായി തിരഞ്ഞെടുത്തു. അതിൻ്റെ ബലത്തിൽ അന്ന് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിൽ വെച്ച് ലോകസമാധാനത്തെപ്പറ്റിയുള്ളൊരു സമ്മേളനം, വളരെ പ്രഗത്ഭരായ K. ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ്. അതിൽ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്ന് എന്നെയാണ് തിരഞ്ഞെടുത്തത്. നിറഞ്ഞ് കവിയുന്ന സദസ്സായിരുന്നു. അവിടെ ഞാൻ പോയി പ്രസംഗിച്ചു. അതോടുകൂടി എനിക്ക് ഏതാണ്ട് പ്രസംഗകൻ എന്ന രീതിയിൽ വളരെ കുട്ടിക്കാലത്ത് തന്നെ ആളുകൾ അംഗീകാരം നൽകി. എൻ്റെ ആത്മവിശ്വാസം എത്രത്തോളമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞുവെങ്കിലും അന്നും എനിക്ക് ഉലച്ചിലുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് K. ബാലകൃഷ്ണൻ ഒരുമിച്ച് ഒരു സമ്മേളനത്തിൽ, സാഹിത്യ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോയത്. കൃഷ്ണപിള്ള സാർ ഉദ്ഘാടകൻ, K. ബാലകൃഷ്ണൻ ഒരു പ്രസംഗകൻ, ഞാനൊരു പ്രസംഗകൻ, കേശവദേവ് മറ്റൊരാൾ. അവിടെ ചെന്നപ്പോൾ ഞാൻ സാഹിത്യത്തിലെ പരീക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് ആത്മാവിഷ്കരണത്തിന് ഒരു സാഹിത്യകാരൻ മുതിരുമ്പോൾ നിലവിലിരിക്കുന്ന രൂപഘടന അതിനനുയോജ്യമല്ല എന്ന് തോന്നിയാൽ അയാൾ പരീക്ഷണത്തിൽ ഏർപ്പെടുക തന്നെ വേണം. കേശവദേവ് പരീക്ഷണത്തെ എതിർക്കുകയാണ് ചെയ്തത്. ഫോർമലിസമാണ്, ആളുകൾ പുതിയ തരത്തിലാക്കി എഴുതാൻ തുടങ്ങിയിരിക്കുന്നു, സാഹിത്യം ആ പുതിയ വെറുതെ ചെപ്പടി വിദ്യ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, പരീക്ഷണം ഏത് മികച്ച സാഹിത്യകാരനും അനുപേക്ഷണീയമാണ്. അതിനുദാഹരണമായി ഞാൻ അന്ന് പറഞ്ഞത് വാൾട്ട് വിറ്റ്മാൻ്റെ കവിതകളാണ്. വാൾട്ട് വിറ്റ്മാൻ നിലവിലിരുന്ന കാവ്യരൂപത്തെ തിരസ്കരിച്ച വ്യക്തിയാണ്. അദ്ദേഹം വൃത്തവും പ്രാസവും ഉപജീവിച്ചുകൊണ്ട് 2 കവിതകൾ എഴുതിയിട്ടുള്ളൂ. ഒന്ന് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ, മറ്റതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. മറ്റെല്ലാ കവിതകളും അദ്ദേഹം ഒരുതരം മുക്ത ഛന്ദസ്സിലാണ് ആവിഷ്കരിച്ചത്. ഗദ്യത്തിൽ, ഒരു താളമുള്ള ഗദ്യത്തിൽ എഴുതുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഞാനത് വായിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ എഴുതുക സാധ്യമല്ല. ഛന്ദസ്സിൽ തനിക്ക് എഴുതുക പ്രയാസമാണെന്ന് തോന്നിയ ഘട്ടത്തിൽ എഴുതാതെ എനിക്ക് പറ്റുകയില്ല എന്ന് കരുതി തനിക്ക് തോന്നിയ ഒരു രീതി അദ്ദേഹം കണ്ടുപിടുത്തുകയാണ് ചെയ്തത്. ആരോ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ അതിൻ്റെ വൃത്തം, എന്താ അതിൻ്റെ താളം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതെൻ്റെ ഹൃദയത്തുടിപ്പിൻ്റെ താളമാണ്, മറ്റൊരു താളം അതിന് ആവശ്യമില്ല. ഒരു കവിക്ക് ഉപജീവിക്കാവുന്നത് അവൻ്റെ ഹൃദയത്തുടിപ്പിൻ്റെ താളം മാത്രമാണ്. അപ്പോൾ അതെന്നെ വളരെ ബോധിച്ചു. ഞാനിത് വളരെ വിസ്തരിച്ച് പറഞ്ഞപ്പോൾ പ്രസംഗം കഴിഞ്ഞു. K. ബാലകൃഷ്ണൻ പറഞ്ഞു, സാനു എന്ന് പ്രസംഗിച്ചില്ലേ? അതെ, അതിങ്ങോട്ട് എഴുതി തരൂ, ഞാൻ കൗമുദി പ്രകാശിപ്പിക്കാം. കാറ്റും വെളിച്ചവും. എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ MK സാനുവിൻ്റെ ഓർമ്മകൾ തുടരും. ആർട്ട് കഫേ.
കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.